ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വൈദവേ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചും ടി വിയിലൊക്കെ കണ്ട് ആറ്റുകാൽ പൊങ്കാല പരിചയമുള്ളായിരുന്നു. അപ്പോൾ ഇത്തവണ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ചാടിത്തുള്ളി വന്നതാണ്. പക്ഷെ ഇത് ഇത്രയും കഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്ന കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് എത്ര ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലമല്ലേ. അപ്പോൾ ആർക്കും തന്നെ ഇടാനൊന്നും അത്രയും സ്ഥലമൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന അപ്പോൾ അടുത്തടുത്തായിപ്പോയി. അപ്പോൾ അടുത്തടുത്തായപ്പം കത്തിച്ചപ്പോൾ ഒത്തിരി പുകയൊക്കെ കയറിയിട്ടേ ഇച്ചിരി നല്ല ബുദ്ധിമുട്ടുണ്ട്. കണ്ണിലും ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ എരിഞ്ഞിരിക്കുക. പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ സന്തോഷമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ന്യൂസിലും ചാനലിലൊക്കെ കണ്ടിട്ടുള്ള, പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള പറഞ്ഞു വരുമ്പം സ്ത്രീകളുടെ ഒരു ഏതായിരുന്നു, ശബരിമലയാണ് ആറ്റുകാൽ പൊങ്കാല എന്നല്ലേ പറയുന്നത്. അതിപ്പം ലിറ്ററലി അത് കാണാൻ പറ്റി. കാരണം ഒരുപാട് പേര് എവിടെ നോക്കിയാലും നമ്മുടെ കേരള സാരിയിൽ നല്ല സുന്ദരിമാരായ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും അമ്മമാരും എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഓഡിയൻസ് ഇന്ററാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എങ്ങനെയുണ്ട് പൊങ്കാല വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പൊങ്കാല വിശേഷം? ഒന്നും കണ്ടില്ല. അവിടെ ദീപം കൊളുത്താൻ പോവാ, സമയായി. പൊങ്കാല ഓർമ്മകൾ എന്തൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? ഞാൻ അഭിനയിക്കാൻ ഇറങ്ങി, സീരിയൽ അഭിനയിക്കാൻ ഇറങ്ങിയ ആ വർഷം തൊട്ട് ഈ വർഷം വരെ ഇടുന്നുണ്ട്. അതിനിടയ്ക്ക് കൊറോണ സമയത്ത് മാത്രം വീട്ടിൽ നിന്ന് ഇട്ടു. ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിരുന്നു. ഇതുവരെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ മുടങ്ങിയിട്ടില്ല. പൊങ്കാല വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? പൊങ്കാല ശേഷം എന്നെ സംബന്ധിച്ച് ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ വന്നത് കൊണ്ടാണ് ഞാൻ പൊങ്കാലയെ കുറിച്ച് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ആദ്യം തുടങ്ങിയത് ഷൂട്ടിങ് എനിക്ക് സീരിയലിന്റെ. അപ്പോഴാണ് ഞാൻ പൊങ്കാലയെ കുറിച്ച് കൂടുതൽ അറിയണത്. അപ്പോൾ ആ വർഷം തൊട്ട് ഇടാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പൊങ്കാല എന്ന് പറയുമ്പോൾ ഞാൻ ആക്ട് ചെയ്യാൻ ഇറങ്ങിയതാണ്. പൊങ്കാല വിഷയോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ, ഏഷ്യാനെറ്റിലെ കാതോട് കാതോരത്തിലെ മീനുമാണ്. പൊങ്കാല ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇടുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടി വിയിൽ മാത്രമേ ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്നും അറിയില്ല ഇത് എങ്ങനെയാ ചെയ്യേണ്ട സംഭവങ്ങളോ ഇതിന്റെ വ്രതം എടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ താരാമ്മ ഉണ്ടായിരുന്നു, താരാമ്മ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പരിയൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സത്യം പറയാൻ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഭയങ്കര പേടിച്ചു നിൽക്കുന്നത്. കാരണം ഒന്നും അറിയാത്ത കാരണമാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കും. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് മുഖത്ത് കാണുന്നുണ്ടാവും, സംസാരത്തിൽ മനസ്സിലാവുണ്ടാവും. പിന്നെ എന്താ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ അമ്പലത്തിൽ പോവുകയാണെങ്കിലും ഇങ്ങനെ. ഞാൻ തൃശ്ശൂരുകാരിയാണ്. തൃശ്ശൂർ പൂരത്തിന് തന്നെ പോകുന്നത് റെയറാണ്. അപ്പോൾ നമ്മളിപ്പോ സ്കെഡ്യൂൾ ഷൂട്ടിലാണുള്ളത്. ഇന്ന് ബ്രേക്കാണ്. ഭാഗ്യത്തിന് ഇന്ന് ബ്രേക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് പൊങ്കാല ഇടാൻ വരാൻ പറ്റി. സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ആറ്റുകാൽ പൊങ്കാല. ശരിക്കും പറയണമെങ്കിൽ എനിക്ക് ചിപ്പി ചേച്ചീനെ ഓർമ്മ വരുന്നത്. എപ്പോഴും ഞാൻ ടി വിയിൽ കാണുമ്പോൾ ചിപ്പി ചേച്ചിയുടെ വീഡിയോസാണ് ഞാൻ കാണാറ്. പിന്നെ ആറ്റുകാലമ്മ, സ്ത്രീകളുടെ ശബരിമല, അങ്ങനെയൊക്കെയല്ലേ അറിയുന്നത്. അത് പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഏഷ്യാനെറ്റുകാർ നമുക്ക് നല്ല ഹോട്ടലെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു, സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ വെയിറ്റിംഗ് ആണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. അയ്യോ, തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാർ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അമ്പലത്തിന്റെ അവിടെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മള് വരുന്ന വഴി ഫുൾ റോഡിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല പരിപാടി. എല്ലാവർക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ആയത് കാരണമാണ് ഇങ്ങനെ ഇതുപോലൊക്കെ ഒരു പൊങ്കാല ഇടാനൊക്കെ ആദ്യമായിട്ട് ഇരുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി പൊങ്കാല. ഇത്രയും പറയാനുള്ളൂ. അയ്യോ, എത്ര വർഷങ്ങളായിട്ട് വളരെ ചെറുപ്പം തൊട്ട് എടുത്തതാണ്. അതൊരു എന്താ പറയാ, ഒരു ഫീലിംഗ് ആണ്. ദൈവിക്കുള്ളൊരു സമർപ്പണം. ഈ പ്രാവശ്യം എന്റെ ശബ്ദം ശരിയാവാനാണ്. സൗണ്ട് പോയിരിക്കുകയാണ്. അമ്മ, സ്നേഹം, ടോളറൻസ്,
ഒരു ഒരു ടോളറൻസ് ടോളറൻസ്. അമ്മ. ഞാൻ പത്തനംതിട്ടയിലെ നിങ്ങളുടെ സ്വന്തം ജലജ. ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാലയിൽ വരുന്നത്. ഏഷ്യാനെറ്റ് ഫാമിലിയോടൊപ്പം പൊങ്കാല ഇടാൻ നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി പോവാണ്. അത് ഇടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ കേരളത്തിലെ ഒരു വലിയ ഫെസ്റ്റിവൽ പോലാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും എല്ലാ സ്ത്രീകളും ഇന്ന് വളരെ പ്രാർത്ഥനയോടെയും ഭക്തിയോടെയും ഇടുന്ന ഒരു ഇതാണ് പൊങ്കാല എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. പൊങ്കാല എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? പൊങ്കാല ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആക്ച്വലി എല്ലാവരും വളരെ ഭക്തിസാന്ദ്രമായിട്ട് ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുന്നത് ചെറിയ പ്രായം തൊട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വന്ന് പൊങ്കാല ഇടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആതിരയാണ്. അപ്പോൾ നമ്മുടെ 2024 പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ഇന്ന് പൊങ്കാല ഇടുന്നില്ല. ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത ഒരു ആങ്കറായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളുടെ ഏഷ്യാനെറ്റ് കുടുംബത്തിനോടൊപ്പം ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്പം നമ്മൾക്കിതേ തീ എല്ലാവർക്കും എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം തന്നെ തീ കത്തിച്ച് തുടങ്ങും. സോ വെയിറ്റിംഗ് ആണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ചെറുതിലേക്ക് ഇങ്ങനെ ആറ്റുകാലിൽ അവിടെ പോയി പൊങ്കാല ഇടും, അമ്മയുടെ കൂടെ പോകുന്നു, വളം മേടിക്കുന്നു, ഇങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി, ഒരുപാട് മാറി. പിന്നെ ദൈവം സഹായിച്ച് ഇന്ന് നമുക്ക് അധികം വെയിലില്ല, അതുകൊണ്ട് അധികം ടയേർഡ് ആവുന്നില്ല ആരും. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അതേ നമുക്കിവിടെ അടുപ്പിലൊക്കെ തീ കത്തിച്ച് തുടങ്ങി. അപ്പം ഇനി അങ്ങോട്ട് പോട്ടെ. ഓബ്വിയസ്ലി ചെറുതിലത്തെ സമയം ഈ കളിപ്പാട്ടത്തിനും വളയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മയുടെ പുറകെ നടന്ന് വാങ്ങിച്ചരോ ചോദിച്ചിട്ട് ഈ സ്പോട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും. പിന്നെ അന്നൊക്കെ എനിക്ക് തലേ ദിവസം നമ്മൾ അവിടെ പോയി നിന്ന് അങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ ഇപ്പം മാറി. അതാ ആദ്യം ഓർമ്മ വരുന്നത്. നമസ്കാരം, ഞാൻ അർച്ചന കൃഷ്ണ, കാതോരത്തിലെ അഞ്ജലി. ഇതെൻ്റെ 2ാമത്തെ പൊങ്കാലയാണ്. ഫാമിലിയുടെ കൂടെ ആയിരുന്നു എല്ലാ തവണയും പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് താരാമ്മയുടെ കൂടെ ഇരുന്ന് പൊങ്കാല ഇടാൻ പറ്റുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊങ്കാലാശംസകൾ. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ചെറുതിലെ എനിക്ക് താലപ്പൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളാണ് വരുന്നത്. എൻ്റെ വീട് ഇവിടെ കൈതമുക്കാണ്. അവിടെ നിന്ന് മണക്കാട് വരെ നടന്ന് ഒക്കെ പോവായിരുന്നു. ഭയങ്കര ആ ഒരു വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ. അപ്പോൾ അതിനു വേണ്ടി എല്ലാ വർഷവും വെയിറ്റിംഗ് ആയിരുന്നു കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ പൊങ്കാലയാണ്. അപ്പോൾ ഇടയ്ക്ക് 2020 ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത്. അത് കഴിഞ്ഞ് അപ്പൂപ്പൻ്റെ മരണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ മുടക്കം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് എത്രയോ വർഷം ഗ്യാപ്പിട്ട് ഇപ്പോഴാണ് എനിക്ക് പൊങ്കാല ഇടാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ തന്നെ ഒത്തിരി പേര് തലേ ദിവസമേ പല സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. അതും നമ്മുടെ ഗിന്നസ് റെക്കോർഡിൽ കയറിയ ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രം. ആ ഒരു അമ്പലത്തിൽ എനിക്ക് പൊങ്കാല ഇടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രേക്ഷകരുടെ എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. ഒത്തിരി പേര് ഇവിടെ പൊങ്കാല ഇടാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം എല്ലാവർക്കും ആശംസകൾ. ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. സോ അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ആഗ്രഹമൊക്കെ മനസ്സിൽ വിചാരിച്ച് പൊങ്കാല ഇടുകയാണെന്നുണ്ടെങ്കിൽ നടക്കും എന്നൊക്കെ. എന്തായാലും നോക്കട്ടെ. അത് പറയാൻ പറ്റൂല, അത് ദൈവത്തിനോട് പറയൂ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം നല്ല തിരക്കായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പം തന്നെ നല്ല തിരക്കായിരുന്നു. കാറൊന്നും കൊണ്ടുവരാനേ പറ്റുന്നില്ലായിരുന്നു. കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഇനി വെയിലും ഒക്കെ ആവാൻ പോകുന്നത്. എന്തായാലും ദൈവത്തിന് വേണ്ടിയല്ലേ. തിരക്കാണ് മനസ്സിൽ ആദ്യം വരുന്നത്. പിന്നെ അതെ ഏറ്റവും കൂടുതലും നമുക്ക് റെക്കോർഡൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ. അപ്പം ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഒരു ക്രൗഡാണ് ആദ്യം വരുന്നത്. അപ്പം ഇതൊരു തുടക്കമാവട്ടെ. ഇനിയും മുന്നോട്ട് വർഷങ്ങളിൽ ഇടാൻ പറ്റട്ടെ, മുന്നോട്ടുള്ള വർഷങ്ങളിൽ. താങ്ക് യു.